സിയു പറഞ്ഞത് പ്രകാരം ഷെനും ഇപ്പോൾ ക്വിന്നിനെ കോൾ ചെയ്യുകയാണ്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുറച്ച് സീൻസ് ഒക്കെ റീഷൂട്ട് ചെയ്യുവാനായിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെയും സൂവിന്റെയും കൂടെയാണ് നിനക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളത്. അവിടെ ഒന്നും തന്നെ സിയു വരുക പോലുമില്ല. അതുകൊണ്ട് തന്നെ നീയും ഞാൻ പറയുന്ന സ്ഥലത്തൊക്കെ വരാമോ എന്നൊക്കെ ഷെൻ ചോദിക്കുമ്പോഴത്തേക്കും ക്വിന്നും വരാമെന്നൊക്കെ സമ്മതിക്കുന്നു. ഇപ്പോൾ ക്വിന്നും സ്ഥലത്തേക്ക് എത്തിയിട്ട് ഷെന്നിനും സൂവിനും വേണ്ടി കാത്തു നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് സിയു കൂടി എത്തുന്നു. ഷെന്നിന്റെയും സൂവിന്റെയും കൂടെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ക്വിൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാനായിരുന്നു ഷെന്നിന്റെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞിട്ട് നിന്നെ വിളിച്ചു വരുത്തുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നീയും എല്ലാ കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിയുവും അവളുടെയും അവന്റെ മൈക്കൊക്കെ ഓഫ് ആക്കിയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളെയും അറിയിക്കുകയാണ്. പക്ഷെ നീയും സായോയുടെ അടുത്തതൊക്കെ രഹസ്യമാക്കി വെക്കാമെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ ഇരിക്കെ എന്റെ അടുത്തതൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ പ്രശ്നമാവുകയില്ല എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് സായോനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ നടന്ന കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ നിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് കാണുവാനും സാധിക്കുകയില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ഒരേ ക്ലാസ്സിലൊക്കെ ആണല്ലോ പഠിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അന്ന് നിന്നെ തേടി ഞാൻ ബീച്ച് വരെ എത്തിയത്. പിന്നെ നീ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും നിന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെ ആയിരുന്നു നീയും എത്രയും പെട്ടെന്ന് സുഖപ്പെടണമെന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നിന്നെ ഡോക്ടറിനെ കാണുവാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോയതും. എന്റെ മനസ്സിൽ അന്നും ഇന്നും കിനു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തുള്ള തെറ്റിദ്ധാരണയെല്ലാം തന്നെ എനിക്ക് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് അന്ന് നമ്മൾ എവിടെയാണ് പോയതെന്ന് അവളോട് തുറന്നു പറയേണ്ടതായിട്ടുമുണ്ട്. ഞാനും എല്ലാ സത്യങ്ങളും തുറന്നു പറയുവാനായിട്ട് പോവുകയാണെന്നൊക്കെ സിയു പറയുമ്പോഴത്തേക്കും അവൾക്കും അതൊന്നും തന്നെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവളും അവനെതിരായിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഇത്രയും കാലം ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലായിരുന്നോ? അതൊക്കെ നിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ നീ ഒരിക്കലും കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾക്കിടയിലായിട്ട് നീ വരുക പോലും ചെയ്യരുത്. പിന്നെ ഞാൻ ഈ ഒരു കാര്യം എല്ലാം തന്നെ ക്വിന്നിന്റെ അടുത്ത് മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നും സായോനെ ഡോക്ടറെ കാണിക്കുവാനായിട്ടായിരുന്നു എല്ലാ ആഴ്ചയും അവൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ ഇപ്പോൾ ക്വിന്നിന്റെ അടുത്തും തുറന്നു പറയുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ഷോ ഒക്കെ തുടങ്ങിയ സമയത്ത് നിന്റെ അടുത്ത് എനിക്ക് ക്രഷ് ഉള്ളതുപോലെ ഞാൻ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അതൊരു കള്ളമായിരുന്നു. ശരിക്കും എനിക്ക് കുട്ടിക്കാലം മുതലേ നിന്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയതായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. പണ്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ അവനും അവളെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവളെ നോക്കാതിരിക്കുവാനായിട്ടൊന്നും തന്നെ അവനും സാധിക്കുമായിരുന്നില്ല. ഒരുപാട് കാലം റിഹേഴ്സലൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു ആദ്യമായിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം പോലും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും ധൈര്യമൊക്കെ സംഭരിച്ച് ചൈനീസ് പേപ്പറിൽ നിനക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. നീയും നിന്റെ പേപ്പറൊക്കെ എനിക്കൊന്ന് കാണിക്കാമോ? ഞാനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ ആയിരുന്നു അവളുടെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ട് ബുള്ളീസ് ഒരു ദിവസം അവൾക്ക് പീരിയഡ്സ് ഒക്കെ ആയിട്ടിരുന്ന സമയത്ത് അവളെ ബുള്ളി ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അതൊക്കെ കണ്ടിട്ട് അവളെ രക്ഷിക്കുവാനായിട്ട് എത്തണമെന്നെല്ലാം തന്നെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുള്ള ധൈര്യം ഒന്നും തന്നെ അവൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവളെ സു രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന്റെ സമയത്തെങ്കിലും ഇഷ്ടമൊക്കെ തുറന്നു പറയാവുന്ന രീതിക്കായിരുന്നു അവനും തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കെയാണ് പണ്ട് അവൾക്ക് ബുക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ബുക്കിൽ അവളുടെ സ്വപ്നം എന്താണോ അതൊരു മോട്ടിവേഷനൊക്കെ ആയിട്ട് എടുത്തിട്ട് അതിന് പിന്നാലെ അത് നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കണമെന്നും യുവത്വം ഒരിക്കലും നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ല എന്നും ഒന്നും തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ളതല്ല എന്നുമൊക്കെ അവളുടെ ബുക്കിലും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം നമ്മുടെ വിധിയായിരിക്കും ഇത് എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊക്കെ കരുതുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ നിന്നെ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞതായിരുന്നില്ല. എനിക്ക് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാനൊരു ഹീറോയിനെ പോലെ ഒന്നും തുറന്നു പറയാതിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടതെന്ന സത്യമെല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയത്. നമുക്കിടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കും എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിന്റെ അടുത്ത് തുറന്നു പറയുവാനായിട്ടുള്ള ധൈര്യം പോലും കിട്ടിയത്. കുട്ടിക്കാലം മുതലേ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ സ്വന്തമാക്കണമെന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പോലും അവൻ തുറന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ ആദ്യ വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ അവളും പറയുകയാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും അതൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചൊക്കെ ഇരുന്നൂടെ എന്നൊക്കെ അവനും ചോദിക്കുന്നു. ഇത്രയും കാലം ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇതുപോലെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ആയിരുന്നു ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോശം കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ദൈവം എനിക്ക് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് മാറ്റി വെച്ചതെന്ന കാര്യം എല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നു.
പിന്നെ കുട്ടിക്കാലം മുതലേ നിനക്ക് എന്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എനിക്ക് നിന്റെ അടുത്തും ക്രഷ് ഉണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ പ്രണയം അത് നീയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പ്രണയമൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരും കിസ് ചെയ്യുന്നു. ഷെന്നിന്റെ അച്ഛൻ ഷെന്നിന്റെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന് മുമ്പിലാണ് ഷെന്നും ഇപ്പോൾ ഉള്ളത്. അതായത് ഷെന്നും ലൂവും കൂടി ഡേറ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് നിൽക്കുകയാണ്. അതിനുവേണ്ടി ലൂ തീരുമാനിച്ച സ്ഥലമായിരുന്നു അത്. 2 ദിവസം മുമ്പ് ഷെന്നിന്റെ അച്ഛന്റെ ഗേൾ ഫ്രണ്ട് 2 ടിക്കറ്റ് ഒക്കെ അവരും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷെന്നിന്റെ അച്ഛന്റെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ അവിടെ ഉണ്ടെന്നും അതൊക്കെ ഷെന്നിനെ കാണിച്ചു കൊടുക്കണമെന്നും അതാണ് അച്ഛന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമെന്നും ഒക്കെ ആയിരുന്നു ഗേൾ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡേറ്റിനു വേണ്ടി ഇതേ സ്ഥലം തന്നെ ലൂവും തിരഞ്ഞെടുത്തത്. ഷെന്നിന്റെ അച്ഛൻ വരച്ച ചിത്രങ്ങൾ മാത്രമായിരുന്നില്ല, കുട്ടിക്കാലത്ത് ഷെൻ വരച്ച ചിത്രം കൂടി അച്ഛനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ചിത്രത്തിന് താഴെയും ഓരോ പ്രായമൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഷെൻ നിനക്ക് 1 വയസ്സാകുന്ന സമയത്തുള്ളതാണ് ഇത്, നിനക്ക് 2 വയസ്സാകുന്ന സമയത്തുള്ളതാണ് ഇത് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഷെന്നിന് 3 വയസ്സുള്ള സമയത്ത് തൊട്ടാണ് അവളും ചിത്രങ്ങളൊക്കെ വരയ്ക്കുവാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ പ്രായമൊക്കെ കാണിക്കുന്ന രീതിക്കായിരുന്നു ഓരോ ചിത്രങ്ങളും ഉണ്ടായിരുന്നത്. ഷെന്നിന്റെ അച്ഛൻ ഷെന്നിനെ ലോയിന്റെ വീടിന് മുമ്പിലൊക്കെ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് അവളും ഒന്നും മിണ്ടാതൊക്കെയായിരുന്നു അച്ഛന്റെ മുമ്പിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ആ ഒരു സമയത്തെ ചിത്രം പോലും അച്ഛനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് അച്ഛൻ ഇല്ലാതെയൊക്കെ ജീവിക്കണമെന്നായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആഗ്രഹമൊക്കെ ഇപ്പോഴാണ് ശരിക്കും നടന്നതെന്നൊക്കെ അവളും പറയുന്നു. മാത്രമല്ല ലൂ അവളെ പ്രപ്പോസ് ചെയ്ത സീൻ പോലും ആ ഒരു ചിത്രങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് ശരിക്കും ഒരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രോഗ്രാം കാണുവാനായിട്ടായിരുന്നു അച്ഛനും അവിടെ എത്തിയത്. എങ്കിൽ പോലും അച്ഛനെ കാണുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ അവളും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൾക്ക് 17 വയസ്സുള്ള സമയത്ത് അവളുടെ അച്ഛൻ ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ കൂട്ടത്തില് അവൾ വരച്ച ചിത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 16 വയസ്സൊക്കെ ഉള്ള സമയത്താണ് അച്ഛനെ വിട്ട് വീടൊക്കെ വിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഞാൻ അച്ഛനു വേണ്ടി ചിത്രം ഒന്നും തന്നെ വരച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അവളും പറയുന്നു. ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ടല്ലേ നീയും ശ്രമിച്ചത്. എന്തായാലും നീ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ കാണുവാനായിട്ട് എല്ലാം തന്നെ സാധിച്ചത്. നീ എന്റെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛനെ പിന്നീട് കാണുക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ അവളും അറിയിക്കുന്നു. ക്വിനും സിയുവും പരസ്പരം പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെ ആയിരുന്നു ക്വിനും സുവും കൂടി ചേർന്നിട്ട് ഷെന്നിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നു. ചെങ്ങും സുവും കൂടി ഒന്നിച്ച് ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മാത്രല്ല ചെങ്ങും ഒരുപാട് ചിത്രങ്ങളൊക്കെ അവൾക്ക് വേണ്ടി എടുത്തും കൊടുത്തു. ആ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ വളരെയധികം നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് സുവും അതൊക്കെ ഇപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നാളും അവൻ എന്റെ ഫോട്ടോസ് ഒക്കെ വളരെ മോശമായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ കൂടിയിട്ട് അവനും ഒരുപാട് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടെക്നിക്സ് ഒക്കെ പഠിച്ചു. സോ അവനും അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇതുപോലെ എന്നെ നല്ല ചിത്രങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഒരുപാട് പുകഴ്ത്തിക്കാൻ സംസാരിക്കുകയായിരുന്നു സുവും. എന്തൊക്കെ പറഞ്ഞാലും ഷൻ നമ്മളെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. എന്റെ എക്സ് ഹസ്ബൻഡിന് ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ വന്നു, എനിക്കും വന്നു. മാത്രല്ല ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ ക്വിന്നിനും ഒരു ലവറിനൊക്കെ കിട്ടി. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആയിരുന്നു സുവും ഷെന്നിന്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ മറ്റു കാണാം. ബൈ.